സ്ഥലമുടമ മതിയായ സൗകര്യം ഒരുക്കി നൽകാത്തതിനാൽ പൂങ്കുന്നം ദേവിനഗറിലെ ശ്രീറാം അപ്പാർട്ട്മെന്റിലെ താമസക്കാർ ദുരിതത്തിൽ. അപ്പാർട്ട്മെന്റിലെ സെപ്റ്റിക് ടാങ്ക് പൊട്ടിയൊഴുകാൻ തുടങ്ങിയിട്ട് മാസങ്ങളായെന്നും ജനറേറ്റർ ഇല്ലാത്തതിനാൽ വൈദ്യുതി നിലയ്ക്കുമ്പോൾ ആളുകൾ ലിഫ്റ്റിൽ കുടുങ്ങുന്നത് പതിവാണെന്നും താമസക്കാർ പറയുന്നു. പൂങ്കുന്നം റെയിൽവേ ഗേറ്റിന് പടിഞ്ഞാറ് ദേവിനഗർ ന്യൂ അഗ്രഹാരം റോഡിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീറാം അപ്പാർട്ട്മെന്റിലെ താമസക്കാരാണ് ഉടമയുടെ നിരുത്തരവാദപരമായ സമീപനം മൂലം ദുരിതത്തിലായത്. 15 വർഷങ്ങൾക്ക് മുൻപാണ് സ്ഥലം ഉടമയായ ശങ്കരനാരായണൻ വീട് പൊളിച്ചുമാറ്റി 6 നിലകളിലായി ശ്രീറാം അപ്പാർട്ട്മെന്റ് നിർമ്മിച്ചത്. 24 ഫ്ളാറ്റുകളിൽ 10ഓളം കുടുംബങ്ങളാണ് ഇവിടെ താമസിക്കുന്നത്. ഇവരിൽ ഭൂരിപക്ഷം പേരും ഉടമയുടെ ബന്ധുക്കളാണ്. അപ്പാർട്ട്മെന്റിന്റെ മുൻവശത്തുള്ള സെപ്റ്റിക് ടാങ്ക് പൊട്ടിയൊഴുകാൻ തുടങ്ങിയിട്ട് 2 വർഷമായെങ്കിലും ഉടമ നന്നാക്കാൻ തയ്യാറാകുന്നില്ലെന്നും ഇത് സംബന്ധിച്ച് കോർപ്പറേഷൻ സെക്രട്ടറിക്ക് പരാതി നൽകിയെന്നും ഫ്ളാറ്റിലെ താമസക്കാരനും വടക്കേയങ്ങാടി മാരിയമ്മൻ കോവിലിലെ മേൽശാന്തിയുമായ മുരളീധരൻ പറഞ്ഞു. ഒരു മാനദണ്ഡമില്ലാതെയാണ് ഈ ഫ്ലാറ്റ് നിലനിൽക്കുന്നത്. ഇവിടെ ജനറേറ്റർ ഇല്ല, വേസ്റ്റ് കത്തിക്കാനുള്ളൊരു സംവിധാനം ഇല്ല. കാസ്ട്രോളിന്റെ ഈ ഡ്രമ്മിലിട്ടിട്ടാണ് വേസ്റ്റ് കത്തിക്കുന്നത്. ഗേറ്റ് ഇല്ല, സെക്യൂരിറ്റി ഇല്ല, ക്യാമറ ഇല്ല. ഒരു ഫ്ലാറ്റ് പണിയുമ്പോൾ വേണ്ട മാനദണ്ഡങ്ങൾ എന്തൊക്കെ വേണം, എന്തൊക്കെ ഉണ്ടായാലും ഫ്ലാറ്റ് പണിയാൻ നിയമമുള്ളത് ഒന്നുമില്ല. ഈ സെപ്റ്റിക് ടാങ്കിന്റെ വെള്ളം ഓവർഫ്ലോ വന്നിട്ട് അത് ഉമ്മർത്ത് കെടുക്കണം. കണ്ട സങ്കടം തോന്നും. ഒരാൾക്ക് ഇവിടെ താമസിക്കുന്നവർ ആരും അതിൻ്റെ ഓണർമാർ ആർക്കും പരാതിയില്ല, വിഷമമില്ല. നമ്മൾ പലവട്ടം പറഞ്ഞതാണ് ഇന്ന് ശരിയാക്കാനായിട്ട്. താമസക്കാരുടെ അസോസിയേഷൻ രൂപീകരിക്കാൻ പോലും ഉടമ സമ്മതിക്കുന്നില്ലെന്ന് മറ്റൊരു താമസക്കാരനായ സംഗീതും പറയുന്നു. ഇവിടുത്തെ ഓണറോട് അസോസിയേഷൻ ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു. പക്ഷെ ആളൊരു നിലയ്ക്ക് സമ്മതിക്കുന്നില്ല. ആൾ എത്രയിലും വലിയ ഇത് ചെറിയ പണിയുള്ളൂ, ഞാൻ ചെയ്യാന്ന് പറഞ്ഞിട്ട്. പിന്നെ അവരുടെ കുറെ വീടുകൾ അവരുടെയാണ്. അപ്പോൾ അവരൊരു നിലയ്ക്ക് മുന്നോട്ട് വരുന്നില്ല. ഇതിലൊരു 28 വീടോട്ടാണ്. അതിലൊരു 11 വീടോട്ട് ഇവരുടെ ബന്ധുക്കാരുടെയാണ്. അപ്പോൾ അവർ ഒരു നിലയ്ക്ക് മുന്നോട്ട് വരുന്നില്ല. അപ്പോൾ അതൊരു ബുദ്ധിമുട്ട് വരുന്നുണ്ട് ഇവിടെ. മാലിന്യ സംസ്കരണത്തിന് സംവിധാനമില്ലാത്തത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉയർത്തുന്നുണ്ട്. അപ്പാർട്ട്മെന്റിന് ജനറേറ്റർ, ഗേറ്റ്, CCTV, സെക്യൂരിറ്റി, വാഹന പാർക്കിംഗ് സൗകര്യം ഇവയൊന്നുമില്ല. ഗേറ്റും സെക്യൂരിറ്റിയും ഇല്ലാത്തതിനാൽ തെരുവുനായ്ക്കൾ വരെ മുകൾ നിലയിൽ വരെ എത്തുന്നുണ്ടെന്ന് താമസക്കാർ ആരോപിക്കുന്നു. മെയിന്റനൻസ് ഫീ ഇനത്തിൽ മാസം 1000 രൂപ വീതം വാങ്ങുന്നുണ്ടെങ്കിലും ഒന്നും ചെയ്യുന്നില്ല. ഉടമ തിരിഞ്ഞു നോക്കാത്തതിനാൽ ഇനി നിയമ നടപടികളുമായി മുന്നോട്ടു പോകാനാണ് ഇവരുടെ തീരുമാനം. TCV ന്യൂസ്, തൃശൂർ.